ഓക്കെ, ഇത് ഞങ്ങളുടെ കോഴിക്കൂടാണ്. കോഴിക്കൂടിൻ്റെ മേലെ ഞങ്ങൾ കോവയ്ക്ക പടർത്തിയെടുക്കുക. ആ കോവയ്ക്കമ്മ ഉണ്ടായ കോവയ്ക്കാണ് ഇപ്പം ഞാൻ പൊട്ടിക്കുന്നത്. അത് കോഴിക്ക് കുറച്ച് തണവും, ഭയങ്കര ചൂടല്ലേ, അപ്പോൾ തണവിന് തണവും കിട്ടും, നമുക്കാണെങ്കിൽ കോവക്കായും കിട്ടും. നമ്മൾ രണ്ടുപേരും കൂടി പണിതാണ്. കുറേ കോവക്കായ ഇങ്ങനെ പഴുത്ത് പോയില്ലേ, ഇതൊക്കെ കണ്ടോ, പഴുത്ത് വയ്ക്കും കോഴികൾ തിന്നും. കുറച്ചൊക്കെ ഞങ്ങൾ പൊട്ടിക്കുള്ളൂ. കുറച്ച് കോവക്കായ നമ്മൾ പൊട്ടിക്കും, കുറച്ചൊക്കെ കോഴികൾക്ക് തീറ്റയാവും. അങ്ങനെ അത്യാവശ്യമുണ്ട്, മേലെ എല്ലാം നിറച്ചുണ്ട്. മേലെ ഒന്നും പൊട്ടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റാത്ത കാരണം അതൊക്കെ പഴുത്ത് കോഴികൾ തിന്നും. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഒരു ഉപ്പേരിക്ക് ഉള്ളവർക്ക് നമ്മളും പൊട്ടിക്കും. കാണിച്ചു തരാം കേട്ടോ. അതാണെങ്കിലോ ഇത് കൊലയായിട്ടുണ്ടാവും. ഉണ്ടോ, ഒരു കൊലയിലൊന്നും 4 എണ്ണമുണ്ട്. ഇവിടെ നോക്ക്, അത് നെറ്റ് കുറച്ച് ചെറുതായി പോയി. അത് കാരണം ഈ കോവയ്ക്ക ഇത് കുറച്ചും കൂടി വലിയ നെറ്റ് ആവണം. അത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് കുറച്ച് വലിയ നെറ്റ്, കുറച്ച് കോഴിയോട് പറഞ്ഞാൽ പറ്റില്ല, കുറച്ച് വലിയ നെറ്റ് നമ്മൾ ഇടേണ്ടതായിരുന്നു. അത് കാരണം ഇതെല്ലാം അവിടെ ഞണ്ടി കിടക്കും. അപ്പോൾ പൊട്ടിച്ചാലും കിട്ടാൻ കുറച്ച് കഷ്ടമുണ്ട്. ഇതാണ് ഞങ്ങളുടെ കോവയ്ക്കയുടെ വള്ളി. നോക്കി നോക്കൂ, എത്ര തടിയാന്ന് നോക്ക്. ഞാനിത് ചെറുതാ വരികയെന്ന് വിചാരിച്ചിട്ട് ഇതിന് കമ്പീര ഇടയിൽ കൂടി കിട്ടും. ഇപ്പോൾ അതിനെ കഷ്ടപ്പെടുത്തണ പോലെ ചിക്കൻ മെഷീൻ്റെ ഉള്ളിലേക്കും കട്ടായിപ്പോയി. നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല ഈ മരങ്ങളുടെയും ചെടികളുടെയും വളർച്ച. ഒന്നല്ലെങ്കിൽ ഒന്നും നന്നാവില്ല, അല്ലെങ്കിൽ വേണമെന്ന് വെച്ച് ചക്ക വരുമ്പോൾ കേൾക്കുന്നു പറഞ്ഞ പോലെ നല്ല ഭംഗിയിൽ വളരും. ഉണ്ടോ, കോവക്കായ ഉണ്ടായി നിൽക്കണേ. പിന്നെ ഇവിടെ കോഴികളും അതിൻ്റെ ഉള്ളിലുണ്ട്.